ഹലോ, ഞാൻ സുനി സജയ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാലെ ഈശ്വരൻ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശുവിൽ പ്രശസ്തരും ആകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് തന്നെ സംഭവിക്കും. ദൈവകൃപയാൽ ഇത് തന്നെ സംഭവിക്കും. വചനം വായിച്ചിട്ട് തുടങ്ങാവേ. യെശയ്യാ 41:15 പറയാ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. അത് നമ്മളെ മിടുക്കിയാക്കണതിനെ പറ്റി കേട്ടോ. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ആമീൻ. അപ്പോൾ യേശുവപ്പനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ ഏത് നമ്മുടെ മുമ്പിലുള്ള എന്ത് പ്രശ്നങ്ങളെയും നമ്മൾ ഇടിച്ച് നിരപ്പാക്കി പ്രശ്നമൊക്കെ പറന്നു പോകും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാണ്ട് കാറ്റ് അതിനെ പറത്തിക്കളയുന്ന ബൈബിളിൽ പറഞ്ഞേക്കണേ. അപ്പം നമ്മുടെ മുമ്പിൽ അതങ്ങനെ ഒരു പ്രതിസന്ധിയെ കാണില്ല. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കണം കേട്ടോ, ആ പ്രശ്നം ദൈവകൃപയാലാട്ടോ പരിഹരിച്ചത്. ഞാനത് പരിഹരിച്ചു, ഞാനതങ്ങനെ ചെയ്തു, അങ്ങനെയല്ല. ഞാനാവുന്ന ദൈവം കൂടെ നിന്ന കാരണം എൻ്റെ മുമ്പിലുള്ളത് എല്ലാത്തിനെയും എന്നെ മൂർച്ചയുള്ള മെതിവണ്ടിയാക്കി ദൈവം തീർത്ത കാരണം ഞാൻ അതിനെ പൊടിച്ച് കളഞ്ഞ് കാറ്റ് അതിനെ പറത്തിക്കളഞ്ഞു. അപ്പം യേശുവിൻ്റെ കൃപയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. പുതുവഴി ദൈവം ഒരുക്കട്ടെ. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ടർക്കിഷ് ഓർഗൻസയുടെ വെറൈറ്റി വന്ന് ചാടുവാട്ടോ. 699 രൂപയുള്ളേ. ഇത് നമുക്ക് ഫ്രോക്കിനെടുക്കാം, സാരിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ലൈൻ കുർത്തയടിക്കാം, സ്കേർട്ടും ബ്ലൗസും എന്ത് വേണേലും നിങ്ങൾ ചെയ്തോ. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് 699 രൂപ. ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ടർക്കിഷ് ഓർഗൻസൊക്കെ എല്ലാം 699 വലിയ റോളാണ് എടുത്തേക്കണേ. അത് അനങ്ങണില്ലാത്ത അടിപൊളിയല്ലേ. ന്യൂ വെറൈറ്റി. 58 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. ചിലത് ഓർഗൻസിയ, ഇതിൻ്റെ ഇത് വന്നേക്കണേ ഉള്ള. ചിലത് മൽച്ചന്തേരിയിൽ, ഇതൊരു കോപ്പർ ഫിനിഷിങ്ങിൽ. എല്ലാം 699. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിച്ചോട്ടോ. അല്ല മറക്കരുത്, പെട്ടെന്ന് തീരുവേ. അപ്പോൾ ഇനി അടുത്ത് കാണിക്കാം. ഇത് 250 ഒരു മൾട്ടി കളർ. ഓണായിട്ട് എന്തെല്ലാം വെറൈറ്റി വന്നേക്കണെന്ന് വെച്ചാൽ കൈ കണക്കൂല. ടിഷ്യൂവിൻ്റെ ഒരു മെറ്റീരിയൽ. സ്കേർട്ട് അടിക്കാം അല്ലേ, സാരിക്കൊക്കെ നല്ല. പക്ഷെ സാരിക്ക് ആ വശത്താണോ സിൽവർ വരേണ്ടത്? അത് ഈ വശം ഇങ്ങനെ ഡാർക്കായിട്ടില്ല ഇപ്പോൾ വെച്ചേക്കണേ. ഇത് അകവും പുറമുണ്ടോ? ഇങ്ങനെ വെക്കായിരിക്കും, ഇങ്ങനെയായിരിക്കും ഇനി ഇത്. ഇത് മേളിൽ ഇങ്ങനെയായിരിക്കും, തിരിച്ചു വന്നതിൻ്റെ. അകവും പുറമൊന്നും ഇല്ല, എങ്ങനെ വേണേലും ആക്കാം. 2 വശം കറക്റ്റാ. ഇതിന് 250 ഉള്ളേ. നല്ല രസമാട്ടോ. സ്കേർട്ട് സാരി എല്ലാം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇത് അതിൻ്റെ വേറെ മോഡൽ. ഇതും 250 അല്ലേ, വേറെ മോഡൽ. സ്കേർട്ട്, ഹാഫ് സാരി, ഇതിനൊക്കെ നല്ലതാണ്. ഇതൊക്കെ സാരിക്ക് നല്ലതല്ലേ, ഹാഫൊക്കെ. ചൂസി മനുഷ്യരൊക്കെ റണ്ണിങ് മെറ്റീരിയലും കൊണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് ടാസിൽസ് കെട്ടിയാൽ മതി. മെറ്റീരിയൽ ഇതാട്ടോ, ടിഷ്യൂ ടൈപ്പ് മെറ്റീരിയൽ. 250. ആ ഇതൊക്കെ 44 ഇഞ്ച് വീതിയുള്ളേ. 250 ഉള്ളേ.
പറ്റുന്നൊക്കെ എടുത്തോ. ഇത് ക്രിഷ്ഡ് മൽച്ചന്തേരി വരാറില്ലേ, അതില് ക്രോസ് സ്റ്റിച്ചിന്റെ എംബ്രോയിഡറി. നല്ല രസമുള്ള കളേഴ്സ്. എത്ര? ഇത് 399. ഇത് 190. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല കളർ ചാർട്ടല്ലേ, ലൈറ്റ് ഒരു സൈസ് ഗോൾഡൻ യെല്ലോ, ഒരു പൗഡർ ബ്ലൂ എന്ന് പറയാം. പ്ലെയിൻ സിംഗിൾ ഞാൻ ചെയ്യും. പ്ലെയിൻ 190. ഇത് നമ്മുടെ ചെക്കില് ക്രോസ് സ്റ്റിച്ചിന്റെ എംബ്രോയിഡറി വന്നേക്കണം. 299. ഇത് രസമല്ലേ? ഇത് കഴിഞ്ഞ ഓണെ കിട്ടാത്തവരെല്ലാം ഇതിന്റെ വേറെ ഡിസൈൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ടിഷ്യൂന്റെ ഇതിട്ടായിരുന്നു, തികഞ്ഞില്ലായിരുന്നു. ഇതൊക്കെ സാരിക്കൊക്കെ യൂസ് ചെയ്യാട്ടോ. ഭയങ്കര ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ്. 199. ഇത് 170യുടെ നമ്മുടെ റണ്ണിങ്ങിൻ്റെ ഒരു മാസ്റ്റർ പീസിൽ പെട്ട സംഭവമാണ്. സാരിക്കൊക്കെ ഇങ്ങനെ സുഹാസിനി സ്റ്റൈലും കിട്ടാൻ മതി. ഇതെത്ര? 170. എന്താ രസം. ഇത് ഒരു ജാംദാനി ടെസർ പോലെ ഒക്കെയാട്ടോ. അതില് പക്ഷെ ഇതുമുണ്ട്, നല്ലൊരു പെയിന്റിങ് ഡിസൈനാ. എത്ര? 250. 250 നല്ലതാട്ടോ. സാരിക്കൊക്കെ നല്ല പെട്ടെന്ന് എടുത്തു. നമ്മുടെ ഫുൽക്കാരി സോഫ്റ്റ് കട്ട് വർക്ക് ഡിസൈൻ അല്ല അല്ലേ, ഫ്ലോറൽ പ്രിന്റിന്റെ. അതെയോ? എവിടെ ഹോള് കണ്ണട വെക്കാണ്ട് കണ്ടില്ല. ഇത് എൻ്റെ യേശുപ്പ ഹോളുണ്ട്. എൻ്റെ ദൈവമേ, കഷ്ടമല്ലേ പ്രായം ചെല്ലുമ്പോഴൊക്കെ കണ്ണ് കാണാൻ കൊള്ളാത്ത യേശുപ്പ. എൻ്റെ കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടണേ. 180. 180. പ്രായമാകുമ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റണില്ല. അതാണ് വിഷമം. വേഗം വേഗം തായ ഓണത്തിൻ്റെയും അല്ലാത്തെയും റണ്ണിങ്ങിൻ്റെ ബഹളമാട്ടോ. ഇത് 199. ഇതൊക്കെ സാരിക്കൊക്കെ ഒത്തിരി നല്ലതാട്ടോ. സാരിക്ക് സ്കേർട്ട് ഒക്കെ 199. സിൽക്ക് മെറ്റീരിയലിലെ ബനാറസ് ബുട്ടയാട്ടോ, വീവിങ് ആണേ. ഇത് 120യുടെ. ഇത് സാരി ആക്കിയിട്ട് വേണമെങ്കിൽ ഹാൻഡ് വർക്കോ അല്ലെ ഇങ്ങനെ സ്കേർട്ടാക്കാനും ഒക്കെ നല്ലതാണ്. ഒരു ടിഷ്യൂ സിൽക്കി കോട്ടൺ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഇത് മൽക്കോ അല്ല മൊഡാൽ സിൽക്കിന്റെ കോട്ടൺ 299. ഭയങ്കര രസാട്ടോ. ഇതിന്റെ ചുരിദാർ നമ്മൾ 2000ക്ക് വിറ്റ് എനിക്കുണ്ട്. ഇത് 350 കേട്ടോ. ഒരു സോഫ്റ്റ് സിൽക്കില് നല്ല ഡയബിൾ മെറ്റീരിയൽ ആട്ടോ. 350 വീവിങ്. ഓർഗൻസ പോലെ ഇരിക്കും കേട്ടോ. ഓർഗൻസയിലാണ് നോക്കുവേ. ട്യൂപ്പിനൊക്കെ ഒത്തിരി രസമായിരിക്കും. മെറ്റീരിയൽ കണ്ടോ ശരിക്കും. ഇത് സിൽക്കില് സ്ട്രൈസ് 150. 150. 180 ആണോ? ഇനിയുണ്ട്, ഒത്തിരി പുതിയതുണ്ട്. ഇതൊരു സോഫ്റ്റ് മൽച്ചന്തേരി സിൽക്കില് ചെക്കൊക്കെ നല്ല രസമില്ലേ.
ഫ്രോക്കിനും കുർത്തയ്ക്കും ബ്ലൗസിനും ഒക്കെ നല്ലതാണ്, സാരിക്കും ഒക്കെ നല്ലതാണ്. ഇതിനെത്ര? 190 രൂപ ഉള്ളൂ കേട്ടോ. എടുത്തോ, 190 രൂപയുള്ളേ. എല്ലാം അടിപൊളി ഡിസൈൻ. അതിൻ്റെ 190. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് അതിൻ്റെ. 190. പോട്ടെ, എന്താ വേണ്ട വേണ്ട. കോട്ടൻ്റെ പെർ മീറ്റർ 120 ഉള്ളൂ കേട്ടോ. ഇപ്പം അപ്പടി കുർത്തയൊക്കെ ഇതിലാ വന്നെ. മിക്സിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോട്ടൺ നാട്ടിൽ എഴുതിയേക്കണം. മിക്സിങ് എനിക്ക് തോന്നണില്ല കേട്ടോ, ചിലപ്പോൾ വില കുറഞ്ഞതായിരിക്കും. മിക്സിങ് വരാൻ 100 താഴെ ആയിരിക്കാനാണ് ചാൻസ്. എനിക്ക് പിടിച്ചിട്ട് ഫീൽ ചെയ്യണില്ല പ്യുവർ കോട്ടൺ പോലെയാ. സാധാരണ കോട്ടൺ ഇതൊക്കെ 150 വരാറ്. അത് കാരണം ഞാൻ 120. പെട്ടെന്ന് എടുത്തോട്ടെ. ഡ്രസ്സിനൊക്കെ വില കൂടും കേട്ടോ. യുദ്ധം നിന്നില്ലെങ്കിൽ എല്ലാത്തിൻ്റെയും വില കൂടും കേട്ടോ. ഇത് ഇതെന്നായിരുന്നു? ഷിനോൺ മെറ്റീരിയലില്, ക്രഷ്ഡ് ഷിനോൺ മെറ്റീരിയലില് നല്ല എംബ്രോയിഡറി കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. സാരി ഇങ്ങനെ കൊടുത്താ ഇത് 399, ഇത് 199. ഒത്തിരി ആയോ? ഒത്തിരി ആയില്ല. ഇനി അടുത്ത അത് അത് കാണിച്ചിട്ട് ഇത് കാണിക്കാം. പോച്ചമ്പള്ളി കാണിക്കാം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഇനി ബാക്കി കാണിക്കാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയ്ക്ക് അപ്പടി എത്തിയിട്ടില്ല. ഇങ്ങനെ വന്നുകൊണ്ട് ഓരോ ദിവസം കഴിക്കും. അന്നേരം കുറച്ച് വന്ന് കഴിയുമ്പോൾ വരണം. ഇത് 399, ഇത് 199. ഇത് പിന്നെ വേണമെങ്കിൽ ഇത് ടോപ്പും അല്ല ഇങ്ങനെ ഇതാക്കിയിട്ട് യോക്കിലൊക്കെ ഇങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ ഇത് ബ്ലൗസ് ആക്കിയിട്ട് ഇത് സാരി ആക്കാം. ഇത് രസമുള്ള കളറാണല്ലേ. ഇവിടെ മതിയേ. 160. ഇതെപ്പോഴും കുർത്തയ്ക്ക് നമുക്ക് ചിലവാട്ടോ. ഇതിൻ്റെ റെഡിമെയ്ഡ് കുർത്തയും പെട്ടെന്ന് തീരണതാണ്. 160 കോട്ടൺ. $160. $160. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വെബ്സൈറ്റിൽ അവൈലബിൾ ആണോ എന്ന് വിചാരിക്കണ്ട. ഇത്ര മീറ്റർ വാട്സപ്പിൽ വിളിക്കണം കേട്ടോ. എല്ലാവരും അല്ലാണ്ട് വിളിക്കുക. ഇതെല്ലാം ഈ വൈഫൈയിലൊക്കെ അല്ലേ വർക്ക് ചെയ്യണം. വാട്സപ്പ് കോൾ വിളിക്കണേ. അപ്പം അതിൽ വാട്സപ്പ് കോൾ എന്ന് പറഞ്ഞ കേട്ടോ വെച്ചാൽ എല്ലാ വീഡിയോയിലും. അപ്പോൾ എപ്പോഴും ഓർക്കണം വാട്സപ്പ് കോൾ വിളിക്കാവുള്ളൂ. പിന്നെ വേറെ എന്നാ വിശേഷം? ഇപ്പോൾ ഓടിപ്പോയി ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്തു. കാലൊക്കെ ഈ ബ്ലാക്ക് നെയിൽ പോളിഷ് പണ്ട് സ്ഥിരം ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഈ വീഡിയോ പിടിക്കുമ്പോൾ ഇച്ചിരി പൊളിഞ്ഞു പോയാൽ അറിയുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ക്രീമീട്ടായതാണ്. കൈക്കൊക്കെ ഒരു ഭംഗി വെച്ചില്ലേ ബ്ലാക്ക് ഇട്ടപ്പോൾ. കൈ വെളുത്തോളം തോന്നുന്നുണ്ടല്ലേ. കാലും ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കല്യാണമോ ഫങ്ഷനൊക്കെ പോയാൽ ഞാൻ എൻ്റെ നല്ലത് എല്ലാവർക്കും പേടിയായിട്ടോ. ടൂർ പോകുമ്പോൾ അവരെല്ലാം ഫോട്ടോയ്ക്ക് വയ്ക്കുമ്പോൾ പ്രത്യേകം പറയും, ദേ ഞങ്ങളുടെ നല്ല ഫോട്ടോ അല്ലാത്ത ഫേസ്ബുക്കിലിട്ടാൽ പറയാമെന്ന് പറയും എന്നോട്. എന്നെ പേടിപ്പിക്കണ. സ്വപ്നം അറിയാം. സ്വപ്നം ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഞാൻ ചിരിച്ചു. സ്വപ്നം കണ്ണടച്ചിരിക്കണു. അയ്യോ എന്നെ കൊന്നില്ലെന്നുള്ളൂ. എനിക്കത് കളയാനും അറിയാൻ പാടില്ല. അന്നത്തെ കാലത്ത് ഇടാം. അയ്യോ എന്നിട്ട് പിന്നെ സ്വപ്നം ഏതാണ്ട് അത് കളഞ്ഞു.
അങ്ങനത്തെ അപ്പം ഇപ്പം പേടിച്ചിട്ടാട്ടോ പിന്നെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ അങ്ങനെ വേറെ ആയിട്ട് പറഞ്ഞാല ഇപ്പം നമ്മളോടുള്ള സ്നേഹം ഞാൻ പറയുതേ. ഇപ്പം കാര്യം പറയുമ്പോൾ പറയും എൻ്റെ മക്കളോട് എനിക്ക് ഏറ്റവും സ്നേഹം എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ മക്കളുടെ കൂടെ കല്യാണ ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ കല്യാണ ഫോട്ടോ കണ്ടാൽ ആദ്യം നോക്കണേ എൻ്റെ സാരി നല്ലതാണ്, എൻ്റെ മുഖം നല്ലതാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങളും അങ്ങനെയല്ലേ എന്ന് ഓർത്ത് നോക്കി. നമ്മൾ നമ്മളെ ഒത്തിരി സ്നേഹിക്കണ്ട. അപ്പം നമ്മുടെ ആരോഗ്യവും നോക്കണം. ചുമ്മാ ഇങ്ങനെ ഫോട്ടോയിൽ മാത്രമല്ല, നല്ല സ്കിന്നൊക്കെ നന്നായിട്ടിരിക്കണം. ഇടയ്ക്കൊരു ഫേഷ്യൽ ചെയ്യണം, മസാജിങ്, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. തല സ്പാ ചെയ്താൽ ഒത്തിരി നല്ലതാണ്. മസാജിങ് ഇങ്ങനെ നമുക്ക് ബോഡി മസാജൊക്കെ നല്ലതാണ്. ഇനി എനിക്കിങ്ങനെ ആയുർവേദം അവിടെ നിന്ന് പോയി ബോഡി മസാജ് ചെയ്യണമെന്നുണ്ട് എപ്പോഴും. അപ്പം ഇതുവരെ പോയിട്ടില്ല. ഒന്ന് ഈ ഒരാഴ്ച ഒന്ന് അടുപ്പിച്ചൊന്ന് പോയി മസാജൊക്കെ ചെയ്തായിരുന്നെങ്കിൽ. ഏതാണ്ട് നെയ്യ് കഴിച്ചാൽ കഴിഞ്ഞോണെ വണ്ണം കുറഞ്ഞതായിരുന്നു. ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്തില്ല. ഇനി ഒന്നുകൂടി ആ നെയ്യ് 6 മാസം കൂടുമ്പോൾ കഴിച്ചാൽ ഇച്ചിരി ക്ഷീണിക്കും എന്നൊക്കെ പറയണം, നോക്കണം. എന്നിട്ട് മസാജ് ചെയ്യാനാണ് പറയണം. നമ്മൾ നമുക്കുടെ ഹെൽത്ത് നോക്കട്ടോ, നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം ആകും. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ വേറെ എന്നാ സ്കീം. ഈ ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയ അസറ്റ് എന്നാ? സ്വർണം. നിങ്ങൾ തന്നെ കോമൺ സെൻസ് ചിന്തിച്ചോ. നമ്മുടെ കയ്യിൽ പിടുത്തമുള്ളത് നമുക്ക് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് സ്വർണം മാത്രമേ ഉള്ളൂ. ഞാൻ സ്വർണ്ണക്കട തുടങ്ങിയിട്ട് മാത്രം പറഞ്ഞതല്ല. എനിക്കൊക്കെ പൈസയൊക്കെ തന്നല്ലേ കെട്ടിച്ചു വിട്ടത്. പക്ഷേ ഈ തുണിക്കട തുടങ്ങാൻ നേരത്തെ എൻ്റെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ലായിരുന്നു. സ്വർണം വിറ്റ് ഇച്ചിരി കുറച്ച് വിറ്റു. അപ്പം അതാണ് എനിക്ക് വിൽക്കാനുണ്ടായിരുന്നുള്ളൂ ധൈര്യസമേതം ഇങ്ങനെ. അപ്പം അതൊക്കെ ഒരു വലിയ അനുഗ്രഹം കേട്ടോ. നമുക്ക് എടുത്ത് വിൽക്കാം, പണയം വയ്ക്കാം, നമ്മുടെ സ്വന്തം. അപ്പം നിങ്ങളൊരു സ്കീമിൽ കൂടെ സ്വർണം പിള്ളേർക്കൊന്നും വേണ്ടിയല്ല, നിങ്ങൾക്ക് മേടിച്ചു വയ്ക്കാം. പിള്ളേർക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്നേ, അവനവൻ്റെ കയ്യിൽ ഇച്ചിരി അസറ്റൊക്കെ ഇരിക്കട്ടെ, കുറച്ച് സ്വർണ്ണം ഇരിക്കട്ടെ. അപ്പോൾ സ്കീമിൽ കൂടെ 11 മാസമുള്ള കണ്ണടച്ച് ഓർക്കുമ്പോൾ തീരും. അത് മിനിമം 1000 രൂപ വെച്ചിടാം, 5000 ഇടാം, 10000 ഇടാം, പല എമൗണ്ടും ഇടാം. അപ്പോൾ ഇപ്പം 2 പ്രാവശ്യം സ്കീം തീർന്നവർ ആദ്യം തുടങ്ങി എല്ലാവരും 2 പ്രാവശ്യം സ്കീം തീർന്നു, 3ാമത് തുടങ്ങി മിക്കവരും. അപ്പോൾ പെട്ടെന്ന് സ്കീമിൽ കൂടുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.